ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു എന്ന് കാണാം. 45-ാം വാക്യം വായിച്ചു. ഞാനോ നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. കണ്ടോ? സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ എന്ത് ചെയ്യുന്നു? നീ എന്നെ പ്രാഗമൊക്കെ ഉണ്ട്, നീ പഠിച്ചതനുസരിച്ച് നിന്റെ ഡ്യൂട്ടി അതാണ്. എന്താ ഇവരുടെ ഡ്യൂട്ടി? അതാണ് പ്രാഗ് അലക്കുക, ഇതൊക്കെ എന്തെന്നറിയോ? അവരുടെ വായിൽ നിന്ന് വരുന്ന എല്ലാം ഗതി പിടിക്കത്തില്ലെന്നും ഗുണം പിടിക്കത്തില്ലെന്നും എന്നുള്ളതായ വാക്കുകൾ പറയുമ്പോൾ ഓർക്കണം, അതിന്റെ പിൻപിൽ ഒരു 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 പൈശാചികമായ ഒരു ഡബിൾ സ്പിരിറ്റ് എന്ന് വേണമെങ്കിൽ അതിനെ കുറിച്ച് എന്ത് അറിയോ? അവർക്കൊരു നല്ല കാര്യം പറയാൻ അവർക്ക് എന്ത് ചെയ്യത്തില്ല, അറിയില്ല. അതിന് പുറകിൽ എന്തുണ്ടെന്ന് അറിയാമോ? ഒരു പൈശാചികമായ പ്രവൃത്തിയിൽ കൂടെയാണ് ആ വാക്ക് എന്ത് ചെയ്യുന്നത്. ഇവിടെ ഈ മലനായിരിക്കുന്ന വ്യക്തി അവന് പഠിച്ചു വെച്ചിരിക്കുന്ന ഇതേ ഉള്ളൂ. എന്തുവാ? പ്രാഗയാണ്. എന്തുവാ മുൻപിൽ വരുന്നത്? എന്താ ഒരിക്കലും വിജയിക്കത്തില്ല, ഗതി പിടിക്കത്തില്ല എന്നുള്ളതായ പ്രാഗെന്ന. പക്ഷേ ഇപ്പുറത്ത് എന്തേന്നറിയാമോ? ദാവീദ് പറയുന്നു, നീ നിന്ദിക്കുന്നില്ലേ? അതേ ആ നാമം വേണ്ട ഞാൻ ഉച്ചരിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. നീ തരം താഴ്ത്തി പറയുന്നില്ലേ? നീ അത് എന്താണ് അതിന് ശക്തിയില്ലാന്നല്ല നീ പറയുന്നത്. പക്ഷെ എന്റെ മേലുള്ള അഭിഷേകത്താല് നീ നിന്ദിക്കുന്ന ആ നാമത്തിൽ വേണ്ട ഞാൻ അങ്ങോട്ട് വരികയാണ്. ഇന്ന് പല ദൈവത്തിലായിരിക്കും ദൈവത്തോട് ഞാൻ ഓർമ്മപ്പെടുന്ന കാര്യം, നിന്നെ നിന്ദിച്ച നിന്നയുടെ സ്ഥാനത്ത്, നിന്നെ ആക്ഷേപിച്ച ആക്ഷേപത്തിന്റെ സ്ഥാനത്ത്, നിന്നെ നോക്കി നിന്റെ തലമുറയെ നോക്കി ഗതി പിടിക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അതേ നാമത്തിൽ നിന്നുകൊണ്ട് തന്നെ നീ വിശ്വാസത്തോടെ പറയണം, ഞാനോ നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ വരികയാണ്. ചിലത് പറയുമ്പോഴത്തേക്ക് അവരൊക്കെ ഡൗൺ ആയി പോവുകയാണ്. ശരിയല്ലയോ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു ഒരു ചലനവും ഇല്ല എന്ന് പറയുമ്പോൾ, അത് 3-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. പലരും പറയുന്നു നിന്നെ കുറിച്ച് എന്തുവാ രക്ഷയില്ലെന്ന്. കേട്ടോ, നിന്നെ കുറിച്ച് നിനക്ക് ദൈവസന്നിധി രക്ഷയില്ലാന്ന് നിന്നെ കുറിച്ച് പലരും എന്ത് ചെയ്യുന്നു പറയുന്നു. ഇത് ഒത്തിരി കേട്ടതായ ദാവീദ് പെട്ടെന്ന്, ഞാൻ എപ്പോഴും അത് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള വാക്യമാണ്, പെട്ടെന്ന് ദൈവസന്നിധിയിലേക്ക് നോക്കിട്ട് നീ പോയി എനിക്ക് ചുറ്റും എന്താണ് പരിചയമായിട്ടിരിക്കുകയാണ്, എന്റെ മഹത്വമാണ്, എന്റെ താരം ഉയർത്തുന്നവനാണ്. അവൻ പറയുന്നത് പോലെ ഒന്നുമല്ല നടക്കുന്നത്, അവൻ പറയുന്നത് പോലെ അല്ല നടക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ചുറ്റും ഒരു പരിചയമുണ്ട്, അതിന്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് അതിന്റെ നടുവിൽ നിന്ന് തല ഉയർത്താൻ ദൈവം എനിക്ക് അവസരങ്ങളെ ഒരുക്കും. വിശ്വസിക്കൂടെ? ചുറ്റും പരിചയമായിട്ട് നിൽക്കുമ്പോൾ, അതിന്റെ നടുവിൽ നീ നിൽക്കുമ്പോൾ നിനക്ക് തല ഉയർത്താനുള്ള സംഗതിയൊക്കെ ദൈവം ഒരുക്കും. ബ്രാക്കറ്റ് സമയം നിന്നെ ഒന്ന് തല കുനിക്കാൻ വേണ്ടി പദ്ധതി ഒരുക്കി വാസ്തവമാണ് എന്നും തല കുനിച്ചിരിക്കാൻ അനുവദിച്ചു കൊടുക്കത്തില്ല. അതിന്റെ നടുവിൽ തല ഉയർത്താൻ ഒരു അവസരം നിന്റെ മുൻപിൽ ഒരുക്കും. ശത്രുക്ക് വരാതെ, ശത്രുവിന് തൊടാൻ പറ്റാതെ സംരക്ഷണ വലയത്തിൽ നിന്നെ ആക്കിയിട്ട് അതിന്റെ നടുവിൽ നീ ഒരു ദൈവപ്രവൃത്തി കാണും. അപ്പൊ ആ നാമത്തിന് തക്ക മഹത്വം നമ്മൾ കൊടുത്തെന്ത് ചെയ്യണം? മുൻപോട്ട് പോകണം. ഒബേദോമിന്റെ ഭവനം 3 മാസങ്ങൾ അനുകരിക്കപ്പെട്ടെന്നൊക്കെ പറയുന്നില്ല, പെട്ടെന്ന് വരുന്ന ഭവനം. പുള്ളി അതിന് തക്ക മഹത്വം എന്ത് ചെയ്തറിയാമോ? അന്നേരവും മറ്റേ പഴയ പരിപാടിയൊക്കെ തുറന്ന് പെട്ടകം ഒരു സൈഡ് ഇരിക്കട്ടെ, ഞങ്ങളുടെ പരിപാടി ചെയ്യും, അന്നത്തെ അശുദ്ധീകരമായ അനുഭവങ്ങൾ എല്ലാം ഞങ്ങൾ വായുന്നു പുറപ്പെടുവിക്കും, ആ പണ്ടത്തെ ആ ലെവൽ തന്നെ തുടരും. പെട്ടകം ഒരു സൈഡിൽ അതൊന്നും അറിയുന്നില്ല. അങ്ങനെയല്ല. പെട്ടകം വന്നു കഴിഞ്ഞാൽ, ദൈവ സാന്നിധ്യം അകത്ത് വന്നു കഴിഞ്ഞാൽ വേർപാടോടെ തന്നെ ആയിരിക്കണം, അതിന് തക്ക മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആ നാമത്തിൽ കൂടെയുള്ള ഉയർച്ച കാണാൻ പറ്റുള്ളൂ. ആ നാമനെ ഉയർത്തും. 91-ാം സങ്കീർത്തനത്തിൽ പെട്ടെന്ന് വരാം. 91-ന്റെ 14. 91-ാം സങ്കീർത്തനം 14-ാം വാക്യം.
അവൻ എന്നോട് കണ്ടിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കയാൽ ഞാൻ അവനെ അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന് തന്നെയാണ് വചനം. എന്താണ്? ഞാൻ അവന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ എന്ത് ചെയ്യും? ഉയർത്തും, ഉയർത്തിക്കൊണ്ടുവരും. അതിനെ എത്രമാത്രം ഉയർത്തുന്നോ അതിനനുസരിച്ച് അതെന്ത് ചെയ്യുന്നറിയാമോ? ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. ശൗലിനോട് ഒരിക്കൽ പറഞ്ഞു, നിന്ദിക്കുന്നവര് എന്താണെന്നറിയാമോ? അതെ, ആ അനുഭവങ്ങൾ വരികയാണ്. എന്നാൽ ഇതിനെ നീ ഉയർത്തിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും അത് നിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? ഉയർത്തിക്കൊണ്ട് വരിക തന്നെ ചെയ്യും. ഇനി പുതിയ നിയമത്തിലേക്ക് പെട്ടെന്നൊരു വാക്യം കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഏറ്റവും സുപരിതമായിരിക്കും അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലെ 6-ാം വാക്യം നമുക്ക് നോക്കാം. 6 മുതൽ ചില വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം. അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. വലുത് കിട്ടുമെന്ന് ഓർത്ത് സൂക്ഷിച്ചു നോക്കി. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. കണ്ടോ? ഇവന് നമുക്കറിയാം, സുന്ദരം എന്ന ദേവാലയം ഒരു തിങ്കൾ പക്ഷി അയച്ചു കൊടുത്ത മനുഷ്യന്റെ സംഗതിയാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഇവിടെ എന്ത് ചെയ്യുന്നു? യോഹന്നാന് പത്രോസ് എന്ത് ചെയ്യുന്നറിയാമോ? അവര് ഉറ്റുനോക്കാൻ വേണ്ടി പറഞ്ഞതായ ആ സാഹചര്യത്തിൽ ഉറ്റുനോക്കി ആ പിശക്കാരൻ ചിന്തിച്ച എന്താ അറിയാമോ? വല്ലതും കാര്യമായിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ. പക്ഷേ എങ്കിൽ ആ ഉറ്റുനോക്കിയ കൂട്ടത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വെള്ളിയും പൊന്നൊന്നും തരാൻ ഞങ്ങളുടെ പക്കല് ഇല്ല, ഞങ്ങൾക്ക് ഒന്ന് തരാനുണ്ട്. ഇനി നീ ഇങ്ങനെ ഇരന്നിരിക്കേണ്ട ഒരാളല്ല, ഇനി ഞങ്ങളെ പോലെ നീ തുള്ളി ചാടേണ്ട ആളാണ്. അതുകൊണ്ട് എനിക്കുള്ളത് നിനക്ക് തരികയാണ്. എനിക്കുള്ളതായ ഏറ്റവും വലിയത് മുതൽക്കൂട്ടായിട്ടുള്ളത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, പ്രവർത്തിക്കാൻ കഴിയുന്നത് ആ യേശുവിന്റെ നാമമാണ്. ആ യേശുവിന്റെ നാമം നിന്നിലേക്ക് തരുന്നു. അതിൽ കൂടെയുള്ള ശക്തി നീ ഇപ്പോൾ പ്രാപിച്ചെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഉരുവിട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ ബലഹീനമായ ശരീരത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. പിന്നത്തേതിൽ അവൻ ചാടിയും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭവം കാണുന്നു. കണ്ടോ? നാമത്തിന് എന്റേതായിരിക്കുന്ന ആ വിടുതൽ നമ്മൾ മനസ്സിലാക്കണം. നാമത്തിൽ കൂടെ വരുന്നതായ ദൈവപ്രവൃത്തിയെ കുറിച്ച് മനസ്സിലാക്കണം. അതുവരെ ഒരുപക്ഷെ അവൻ കേൾക്കാത്തത്, അതുവരെ അനുഭവിച്ചറിയാത്തത്, അതുവരെ അവന് അത് ശീലിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക അനുഭവം ഇവിടെ ഇതാ അവൻ ഉണ്ടാകുകയാണ്. വെള്ളിയും പൊന്നും ഒക്കെ പ്രതീക്ഷിച്ച് അവനിരുന്നു. കൂടുതൽ എന്തെങ്കിലും കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവര് പറയുകയാണ്, വെള്ളിയും പൊന്നും ഒന്നും തരാൻ ഞങ്ങളുടെ വെക്കലില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരികയാണ്. ഞങ്ങൾക്ക് ആകെ കൂടെ ഉള്ളത് യേശുവിന്റെ നാമത്തെ കൂടെയുള്ള വിടുതലാണ്. അത് പണത്തിൽ തരാൻ പറ്റത്തില്ല, അത് ലോകത്തിൽ തരാൻ പറ്റത്തില്ല, അത് ഉന്നതന്മാർക്ക് തരാൻ പറ്റിയില്ല, അത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തരാൻ പറ്റിയില്ല. അത് തരുന്നത് ആ ശക്തിയുള്ള നാമം. ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള എന്ന് അങ്ങനെയല്ലേ തിരുവനന്തപുരത്തിൽ വായിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? യോസഫിനോട്, അതെ അതെ, യോസഫിനോട് പറയുന്ന വാക്കാണോ? മത്തായി സുവിശേഷം 1-ാം അധ്യായം എടുത്ത് 20-21 വാക്യങ്ങളാണ് തോന്നുന്നു. ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. പറഞ്ഞത് ശരിയല്ലേ? ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ. അപ്പൊ ദൈവം നമ്മോട് കൂടെ, അതാണ് ഇമ്മാനുവേലിന്റെ ദൈവം എന്താണ്? നമ്മോട് കൂടെ. അപ്പൊ യേശു എന്നുള്ളതാണ് വാക്കിന്റെ ആ ആഴമേറിയ അർത്ഥം. രക്ഷകൻ എന്നുള്ളതായ ആഴമേറിയ അർത്ഥം എന്ന് പറയുന്നത് ദൈവം ആരോട് കൂടെ? മനുഷ്യനോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെയാണ്. ആ കൂടെയുള്ളതായ നാമത്തിൽ കൂടെയാണ് ഈ വിടുതലെല്ലാം വേണ്ടിയത്. അതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല.
ഇന്ന് ദൈവത്തിലായിരിക്കുന്ന ദൈവമക്കൾ ഈ വചന കേൾവിയുടെ മുൻപാകെ ഇന്നലകളിൽ പലരും പ്രാർത്ഥിച്ചിട്ട് മനസ്സ് മടുത്തു പോയവരും പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കാണാതിരുന്നവരും ശത്രു തടഞ്ഞു വെച്ച മണ്ഡലങ്ങളോടുള്ള ബന്ധത്തില് ചിലത് ചരിക്കാതിരുന്ന അനുഭവത്തിന്റെ നടുവിലാണേലും പരിശുദ്ധാത്മ പ്രേരിടാൻ ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. ഈ നാമത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ നാമത്തിന് വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈരന്റെ ശക്തികൾ മാറിക്കൊണ്ടു. അന്ധകാരത്തിന്റെ കെട്ടികൾ തകർക്കപ്പെട്ടു. നാളുകളായി ദുഷ്ടപിശാച് ഒതുക്കിവെച്ച മണ്ഡലങ്ങളുടെ നടുവിൽ നിന്ന് ആ യേശുവിന്റെ നാമത്തിൽ കൂടെ മാത്രമേ വിടുതലൂ എന്നുള്ളത് ഇന്ന് ശക്തിയോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു.